വീണ്ടും വയനാട്, വീണ്ടും ദുരന്തം. വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 3 പേരാണ് മരിച്ചിരിക്കുന്നത്. 5 പേരെ കാണാനില്ല. രക്ഷപ്പെട്ട 10 പേർ ചികിത്സയിലാണ്. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം രാവിലെ 11:15-നാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷഹീദ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നു. ഒരു വലിയ പാനൽ അതിനോടൊപ്പം. ആദ്യം ഷഹീദ്, മന്ത്രിമാർ അല്പസമയം മുൻപാണ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 5 പേർ കാണാനില്ലാത്തവരുടെ പട്ടികയിലാണ്. മണ്ണിലടിയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? തെരച്ചിൽ രാത്രിയും തുടരുമോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പാണ് മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദീഖും ഇവിടെ വന്നു പോയത്. തിരച്ചിൽ നടക്കുന്ന ഈ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള മണ്ണിടിഞ്ഞ് ആ സ്ഥലത്ത് വന്നിരുന്നു. ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ്. രാത്രിയും തിരച്ചിൽ തുടരും. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രിമാർ നമ്മോട് പറഞ്ഞത്. ലൈറ്റ്, മറ്റ് ഹിറ്റാച്ചി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സന്നദ്ധ പ്രവർത്തകരുണ്ട്, അഗ്നിശമന സേനയും ഒപ്പം തന്നെ MDRF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. അതായത് പകൽ തിരഞ്ഞതിൻ്റെ ആ സംഘങ്ങളെല്ലാം രാത്രിയും ഇപ്പോൾ സമാനമായ രീതിയിൽ തിരച്ചിൽ നടത്തുന്നു. ആ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള പാലത്തിനും സമീപത്തുമായി മണ്ണിടിഞ്ഞെത്തിയ ഈ മണ്ണും ചളിയും ഒക്കെ നീക്കം ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രമകരമാണ്, എളുപ്പമല്ല. കാരണം ചളിയും മണ്ണും കല്ലുമൊക്കെയുള്ള ഒരു അടിഞ്ഞു വന്നതാണ്. അത് ഹിറ്റാച്ചി ഉപയോഗിച്ച് അത് അവിടെ നിന്ന് മണ്ണ് മാറ്റി, ഓരോ ഭാഗത്തു നിന്നും മാറ്റിയതിനു ശേഷം മാത്രമേ അതിനടിയിൽ ആളുകളുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. 5 പേർ ഇപ്പോൾ കാണാതായിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക് എന്നുള്ളതാണ്. പക്ഷേ അനൗദ്യോഗികമായി എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. നാട്ടുകാർ ചില ആശങ്കകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായി 5 പേർ കണ്ടെത്തേണ്ടതുണ്ട്. 3 മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. 9 പേർ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ടായിരുന്നു. 2 പേർ നിസ്സാര പരിക്കായിരുന്നു, അവർ ഡിസ്ചാർജ് ചെയ്തു. ബാക്കി 7 പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ്. അവരെ ICUയിൽ വിദഗ്ധ ചികിത്സാ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാർ ഇവിടെ നിന്നും വന്നു. ഇനി തൊട്ടടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം കലക്ടറേറ്റിൽ ഒരു അവലോകന യോഗമുണ്ട്. അതിനുശേഷം വിശദമായി ഈ കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് 2 മന്ത്രിമാരും നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ അപകടത്തിനുള്ള കാരണം, അപകടത്തിലേക്ക് നയിച്ചത് ഈ കരാർ കമ്പനിയുടെ, ഈ തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വീഴ്ച, രാവിലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശക്തമായ ചില വിമർശനങ്ങളും പരാതികളുമുണ്ട്. അതായത് ഈ രീതിയിൽ മണ്ണ് കുന്നുകൂട്ടിയിടുന്നത് അശാസ്ത്രീയമാണ്. ഏത് നിമിഷവും അത് വീണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല ജില്ലാ ഭരണകൂടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു. മന്ത്രിമാർ തന്നെ, സർക്കാർ തന്നെ നേരിട്ട് ഈ കരാർ കമ്പനിയോട് അടിയന്തരമായി മണ്ണ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. ആ ചോദ്യം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് അത് അവിടെ നിന്നും അങ്ങനെ ആശങ്കയുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്നതാണെന്ന് അധികൃതർക്ക് പോലും ബോധ്യമായിട്ടും അത് കൃത്യമായി സമയബന്ധിതമായി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഇനി എന്ത് ചെയ്യാൻ കഴിയും? സമാനമായ രീതിയിൽ മണ്ണ് പലയിടങ്ങളിലും, ഇപ്പോൾ ഇവിടെ തന്നെ ഇടിഞ്ഞു വീഴാത്ത പലയിടങ്ങളിലും മണ്ണുണ്ട്. ആ മണ്ണൊക്കെ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ മണ്ണിൻ്റെ താഴ്ഭാഗങ്ങളിലായി ആളുകൾ താമസിക്കുന്ന ഈ പാടികളിലും ലയങ്ങളിലുമൊക്കെ ആയി തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അത് ഭീഷണിയാണ്, ഭീതിയാണ്. അതൊക്കെ മാറ്റുന്ന തരത്തിൽ ഏത് രീതിയിൽ ശാസ്ത്രീയമായി ഈ നിർമ്മാണം. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഷഹീദ്, സംഭവ സ്ഥലത്ത് തുടരണം. ഞങ്ങളുടെ പ്രതിനിധികൾ വയനാട് ദുരന്തമുഖത്തുണ്ട്. ഈ ചർച്ചയിൽ ഇന്ന് ഷിറ്റി ഹംസ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, SK സജീഷ് CPM, ജിൻഡോ ജോൺ കോൺഗ്രസ്, ഹരീഷ് വാസുദേവൻ അഭിഭാഷകൻ, C ജയകുമാർ പരിസ്ഥിതി പ്രവർത്തകൻ എന്നിവർ പങ്കെടുക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ ഹരീഷ് വാസുദേവൻ, കഴിഞ്ഞ 20-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുകയും ഈ സ്ഥലത്ത് അപകട സാധ്യതയുണ്ട്, മണ്ണ് ഇടിയും, സമീപവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്ന് കണ്ടെത്തിയിരുന്നു, എന്ന് നിരീക്ഷിച്ചിരുന്നു, അപകടമുണ്ടാകും എന്ന് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 20-ാം തീയതി അപകടം ആസന്നമാണ് എന്ന് വിലയിരുത്തി പിരിഞ്ഞതിന് ശേഷം ആ അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നു. 3 ജീവനുകൾ ഇല്ലാതായിരിക്കുന്നു, മരണസംഖ്യ ഉയരുകയും ചെയ്യും. എന്ത് സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കും അത്ഭുതം തോന്നില്ലേ? തീർച്ചയായിട്ടും തോന്നേണ്ടതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പല പ്രശ്നങ്ങളും പറഞ്ഞ് നമുക്ക് ഏത് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. സർക്കാരുകൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷേ ദുരന്ത നിവാരണ നിയമത്തിൻ്റെയൊക്കെ ഡിസൈൻ നോക്കിയാൽ ദുരന്തം ഉണ്ടായതിന് ശേഷം നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തിയ ഒരു കാലത്ത് നിന്ന് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് പ്രിവെൻഷൻ ആദ്യം നേരത്തെ കണ്ടെത്തി അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ 20-ാം തീയതി ഇറക്കിയ ഉത്തരവ് നമുക്കറിയാം, ജൂൺ 20-ന് ഇറക്കിയ ഒരു ഉത്തരവാണെങ്കിൽ മൺസൂൺ കാലമാണ്.
നമുക്കറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക മൺസൂണിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഏത് ദിവസവും നമുക്ക് ഒരാഴ്ചത്തെ മഴ ഒരുമിച്ച് കിട്ടുന്നൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. 5 ദിവസത്തെ മഴ, 8 ദിവസത്തെ മഴയൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടിയ അനുഭവമുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇത്രയേറെ വൈകിയത് എന്തുകൊണ്ടാണ് അത് നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ ആരെങ്കിലും ഒരു കരാർ ലംഘനം നടത്തിയാൽ ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതം, ഏൽപ്പിക്കുന്ന മനുഷ്യാഘാതം, അത് നമുക്ക് പണം കൊടുത്താൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണോ? നാളെ ഇതൊരു കരാർ ഡിസ്പ്യൂട്ടിലേക്ക് പോയി കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നമാണോ? അല്ല. അപ്പോൾ ആ പ്രിവെൻഷൻ എടുക്കുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ടു. ഞാൻ അതിനേക്കാളും വലിയൊരു പരാജയം കാണുന്നുണ്ട്. ഇതൊരു മണ്ണിടിച്ചിൽ മേഖലയാണ്. നമുക്കറിയാം ശ്രീ ടി സിദ്ദിഖ് ഇത് ഒരു മനുഷ്യ ദുരന്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് ഈ ഉത്തരവ് നടപ്പാക്കിയ അതിലെ വീഴ്ച മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വളരെ കുറച്ച് കാണലായിരിക്കും. അത് ഒരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആയിട്ട് GSIയുടെ മാപ്പിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൊരു പ്രദേശം വേണ്ടത്ര പരിസ്ഥിതി ആഘാത പഠനം കൂടാതെ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ ക്ലിയറൻസോടുകൂടി ആ പദ്ധതി തുടങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ഫ്രജൈലായിട്ടുള്ള മേഖലയിലാണ് ഇപ്പോൾ ഖനനം നടത്തി ആ മണ്ണവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഇനി നാളെ എങ്ങനെയാണ് ഇവരിത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഇത് കേവലമായിട്ടുള്ള കരാറുകാരൻ മണ്ണ് മാറ്റാത്ത പ്രശ്നം മാത്രമാണോ? അതോ ഓരോ മഴക്കാലത്തും നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ടോ? ഇടുക്കി ഗ്യാപ്പ് റോഡിൻ്റെ കാര്യം നമുക്കറിയാം. ഓരോ വർഷവും കൂടുതൽ ആളുകൾ മരിക്കുകയാണ്. അഭിലാഷ് എന്നോട് ചോദിച്ച ചോദ്യം സിസ്റ്റം ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല അഭിലാഷേ. നമ്മൾ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സിസ്റ്റമുണ്ട്, ഭരണഘടനയുണ്ട്, അതിൻ്റെ താഴെ മനുഷ്യരുണ്ട്. എനിക്ക് പറയാൻ സത്യത്തിൽ വലിയ വിഷമമുണ്ട്. കോടതിയിൽ ഓരോ കേസിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ ഓരോ മുന്നറിയിപ്പുകൾ കോടതിയോട് പറയുമ്പോഴും ഇതാ ഇത്തരത്തിൽ ആളുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോടതി പോലും ഒരു പരിഗണിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടമാണ് ഇപ്പോൾ വയനാടിൻ്റെ കേസ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സംവിധാനങ്ങൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതുകൊണ്ട് അവർക്കൊന്നും നഷ്ടം സംഭവിക്കാനില്ല. ഈ പറയുന്ന ജഡ്ജിമാർക്കോ ഈ പറയുന്ന നിയമസഭാ സാമാജികർക്കോ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അധികാരികൾക്കോ ഒന്നും ശമ്പളം നഷ്ടപ്പെടുകയോ അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. പാവപ്പെട്ട മനുഷ്യരാണ് ഇതിനകത്ത് കിടന്ന് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരോട് സിസ്റ്റം പിന്നീട് മാപ്പ് പറയുകയോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് പണം കൊടുക്കുകയോ ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മറുപടികളിലേക്കാണ് പലപ്പോഴും സ്റ്റേറ്റ് വരുന്നത്. ഇത്തരം പ്രശ്നം ഉണ്ടായാൽ ഉടനെ മരിച്ച വീട്ടുകാർക്ക് പണം കൊടുക്കും. ഈ പണം ആർക്ക് വേണം? ഇത്തരം ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ലോകത്തെമ്പാടും ഇത്തരം ടെക്നോളജികളുണ്ട്, അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇന്ന് പറയുന്നത് കേട്ടു, നമുക്ക് കൊങ്കൺ റെയിൽപാതയിലും ഇത്തരം ടണലുകളില്ലേ, എന്നിട്ട് നമ്മൾ ടണൽ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? ടണൽ ഉപേക്ഷിക്കുന്നതിനെ പറ്റി അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത്ര ഹൈറ്റ് ഡിഫറൻസിൽ ഇത്രയേറെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ ഡിസൈൻ തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഇത്രയേറെ മഴ പെയ്ത് ഒലിച്ചു പോകുന്നൊരു സ്ഥലത്ത്, ഇത്രയേറെ ഫ്രജൈലായിട്ടുള്ള ഇടിഞ്ഞു വീഴുന്ന മണ്ണുള്ളൊരു സ്ഥലത്ത് അത് കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കാതെയുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഈ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതൊരു തുടക്കം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ ബധിരമായിട്ടുള്ള കരണങ്ങളിലേക്ക് നമ്മളിത് എത്ര പറഞ്ഞാലും അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഒക്കെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ഈ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ തിരിച്ചടിയായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണൂ. ശരി, ശ്രീ സി ജയകുമാർ, ഒന്ന് നടന്നിരിക്കുന്നത് ഈ മണ്ണുകൂന ഒലിച്ചു വന്നത് മാത്രമല്ല, മറിച്ച് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു, ആ ഇടിഞ്ഞ മണ്ണ് ഈ മൺകൂനയ്ക്ക് മുകളിലേക്ക് വീണു, അതൊരു വലിയ ദുരന്തമായി പരിണമിച്ചു. അതാണ് നമ്മൾ കണ്ടത്. ഇതിനേക്കാൾ വലിയ ഒരു മൺകൂന അതിനടുത്തുണ്ട്. ഒരുപക്ഷെ മണ്ണിടിച്ചിൽ ഇതിനേക്കാൾ രൂക്ഷമായിരുന്നെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പുത്തുമല, ചൂരൽമല ദുരന്തത്തിൻ്റെ ഒക്കെ ആ ഒരു മാഗ്നിറ്റ്യൂഡിൽ ഈ ദുരന്തം വന്നേനെ. പക്ഷേ അത്ര വലിയ ജനവാസ മേഖലയല്ല എന്നൊരു ആശ്വാസമുണ്ട് എങ്കിൽ പോലും. അപ്പം മണ്ണിടിച്ചിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കേവലം മണ്ണ് കൂട്ടിയിട്ടത് മാത്രമാണ് പ്രശ്നം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ 2 കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഈ ഡിസൈൻ, നേരത്തെ ഹരീഷ് സൂചിപ്പിച്ച ഡിസൈനിൻ്റെ ഫെയിലിയറും അതിൽ ഈ ഇതിൻ്റെ അനുവാദം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ട് തുടങ്ങാവൂ എന്നുള്ളൊരു കവിയേറ്റ് ഉണ്ടായിരുന്നു. ആ കവിയേറ്റിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉണ്ടാകേണ്ട സിസ്റ്റം ഇല്ലാതായി എന്നുള്ളൊരു ഒരു കണ്ടൻഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒന്ന്. 2 ഉള്ളത്, എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുള്ളത്, ലോകത്തെ ഏറ്റവും പേടിപ്പിച്ചിട്ടുള്ള ഭോപ്പാൽ ദുരന്തം ഉണ്ടായിട്ടുള്ളത് 150 രൂപ ചിലവാകുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാനായിട്ട്. അതായത് ഒരു രാത്രിയിൽ ഇലക്ട്രിസിറ്റി കൂളിംഗ് ടവറിന് ഉപയോഗിക്കുകയാണ്. 150 രൂപ ചിലവാകുന്നത് കുറക്കാനായിട്ട് യൂണിയൻ കാർബൈഡ് അത് ഓഫാക്കിയതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി ദുരന്തവും ഒരു എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റും, നമ്മുടെ ഹരീഷ് പറഞ്ഞ ദുരന്ത നിവാരണ ആക്ടിന് മുന്നേയുള്ള ആക്റ്റാണ് നമുക്ക് എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഉണ്ടായ ഭോപ്പാൽ ദുരന്തം.
ഇതിൽ കാണിക്കുന്നത് ഈ എലിമെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് അഭിലാഷ് പറഞ്ഞ കൂട്ടിയിട്ട മൺകൂന ഇതിനെ ഒരു പക്ഷേ ട്രിഗർ ചെയ്യുകയോ അതിന് ചെറിയൊരു തരത്തിലുള്ള ആക്സലറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ നിർമ്മാണ കമ്പനിയുടെ ഒരു 10-15,000 രൂപയുടെ ഡീസലിൻ്റെ വില, അതായത് ഇത് വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റി തിരിച്ച് അവർക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു ഹ്യൂമൻ നെഗ്ലിജൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷേ ഇതിൽ ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മൾ ഈ കേസ് പരിഗണിച്ച സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട, എഞ്ചിനീയർമാർ നോക്കിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എഞ്ചിനീയർമാർ നോക്കിയില്ല എന്നുള്ളതും പണം മനുഷ്യനെ ഇല്ലാണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ചെറിയൊരു ലാഭം, ഇത്ര നിസ്സാരമായിട്ടുള്ളൊരു ലാഭം ഇപ്പോൾ 3 ജീവനുകൾ എടുത്തിരിക്കുന്നു. ഈ പ്രദേശത്ത് വലിയൊരു ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല ഇതിൽ ഈ ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നതല്ല. ഈ നമ്മുടെ പശ്ചിമഘട്ട ഈ വയനാടിനുള്ള ക്യാമൽ മൗണ്ട്സിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ബ്ലാസ്റ്റിങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ താമരശ്ശേരി ചുരത്തിലും നിലമ്പൂരിൻ്റെ ഭാഗത്തും തിരിച്ച് വയനാട്ടിൻ്റെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും ശക്തമായ തിരിച്ചടികൾ അല്ലെങ്കിൽ ട്രെമേഴ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സോ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എഞ്ചിനീയർമാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇത് കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആദ്യത്തെ പ്രതികരണം. മുഖ്യമന്ത്രി പറഞ്ഞു മണ്ണ് മാറ്റാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തതാണ്, ഉത്തരവ് കൊടുത്തതാണ്, ആ കമ്പനി മണ്ണ് മാറ്റിയില്ല, അതുകൊണ്ടാണ് ദുരന്തമുണ്ടായത് എന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും സർക്കാരും പറയുന്നു. പക്ഷെ നമുക്കറിയാം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സണായ കളക്ടർ മേഘശ്രീ 20/6/2026 ഈ ഉത്തരവിട്ടതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു യോഗം അവിടെ ചേർന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള പങ്കെടുത്തു. ആ പങ്കെടുത്ത യോഗത്തിൻ്റെ മിനിറ്റ്സും അതിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ 20-ാം തീയതി മണ്ണ് നീക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് 26-ാം തീയതി മണ്ണ് നീക്കുന്നത് ആ മണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യലായിരിക്കും, അതുകൊണ്ട് മണ്ണ് നീക്കാൻ പറ്റില്ല ഇപ്പോൾ എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്ന പോലെ മണ്ണ് നീക്കാത്തത് കമ്പനിയുടെ ഉത്തരവാദിത്വം എന്നുള്ളതല്ല, മറിച്ച് മണ്ണ് നീക്കണ്ട എന്ന് പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. ആത്യന്തികമായി സംഭവിച്ചത് എന്താണ്? ജനങ്ങളുടെ ജീവൻ പോയി. അപ്പോൾ ഇത്തരം അതിനിർണായകമായ ഘട്ടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നില്ല നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പല ഘട്ടത്തിലും ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നത് പോലെ തന്നെ ഈ വിഷയവും നമ്മൾ സംസാരിച്ച് കടന്നു പോകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇതിനപ്പുറത്ത് ഒരു പൊതുസമൂഹത്തിൻ്റെ കൂടി ഒരു ജാഗ്രത ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളെല്ലാ കാര്യത്തിലും ഗവൺമെൻറ് സംവിധാനം, സർക്കാർ സംവിധാനം, ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പരാജയം മാത്രമല്ല, ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഘട്ടം, ഇതിൻ്റെ ആലോചന ഘട്ടം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, ആളുകൾക്ക് സഞ്ചരിക്കേണ്ടേ, ചുരം വഴിയുള്ള യാത്രാ പ്രശ്നമുണ്ട്, ക്ലേശമുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആർഗ്യുമെൻസും ഉണ്ട്. ഞാൻ പറയുന്നത് ഇതിന് ഈ 2 വശമുണ്ട്. ഇത് 2 വശത്തിനിടയ്ക്കാണ് ഈ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട അനാസ്ഥ എന്നുള്ളൊരു ആർഗ്യുമെൻറ്റും വരുന്നത്. മണ്ണ് നീക്കം ചെയ്യേണ്ടതായിരുന്നു, അത് സമയത്തിന് നീക്കം ചെയ്തില്ല, അശാസ്ത്രീയമായിട്ട് കൂട്ടിയിട്ടു. സ്വാഭാവികമായിട്ടും PWD വകുപ്പ് അതിൽ കാര്യത്തിൽ നോട്ടീസ് കൊടുത്തു, കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നെ മഴ കനത്തപ്പോൾ ഇനിയിപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാകുന്നുള്ള ആർഗ്യുമെൻറ്റ്സ് വന്നു. അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിലും ഇതുപോലെ സമാനമായ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തം എടുക്കേണ്ട ആളുകൾ ആ ഉത്തരവാദിത്ത ബോധത്തോടെ ആ ചുമതല നിർവഹിക്കാത്തതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. എല്ലാ ദുരന്തങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഇത് ഒരു പ്രകൃതി ദുരന്തമായിട്ട് കാണാൻ പറ്റില്ല, ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ആ പ്രദേശം പ്രകൃതി ദുരന്തത്തിന് ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്ന, ഒരുപാട് ദുരന്തങ്ങൾക്ക് ഈ സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തന രീതി തന്നെ, ഇതിന് അനുമതി നേടിയെടുത്തും ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ഡിസ്കസ് ചെയ്യപ്പെടണമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം നമ്മളിത് കേവലമായിട്ടുള്ളൊരു പ്രകൃതി ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മാത്രം പോരാ. ഉത്തരവാദിത്തം ഉള്ള ആളുകൾ വേറെ ഒരുപാടുണ്ട്. ഉത്തരവാദികളെ കണ്ടെത്തണം. കാരണം മരിച്ച മനുഷ്യർക്കോ അവരുടെ കുടുംബത്തിനോ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം ഒഴിവാക്കപ്പെടുന്നില്ല. നാളെയും ഇത് ആവർത്തിക്കപ്പെടാം. ഓരോ പ്രകൃതി ദുരന്തങ്ങളും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും വരുമ്പോഴും സമാനമായ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പോരാ. നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ കുറേ കൂടി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ, കുറേ കൂടി ഭാവിയെ കൂടി മുൻകണ്ടിട്ടുള്ള രീതിയിൽ വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൻകിട വികസന പദ്ധതികൾ നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിൽ വേണം. പക്ഷേ ആ വൻകിട വികസന പദ്ധതികൾക്ക് വേണ്ടി കുറുക്ക് വഴികൾ കണ്ടെത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ അവസാന പാഠമായിട്ട് ഇത് മാറേണ്ടതാണ്. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ശ്രീ SK സജീഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ടല്ലോ, അത്
ഈ വയനാട് തുരങ്കപ്പാതയുടെ ആലോചനാഘട്ടത്തിൽ കേരളത്തിൽ സജീവമായി ചർച്ചയായതാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ വയനാട് തുരങ്കപ്പാതയെക്കുറിച്ച് നിശ്ചിതമായ സംശയങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് നിങ്ങൾ പിന്നീട് ഒരു ചോദ്യമൊക്കെ ആക്കിയതാണല്ലോ. അതല്ലെങ്കിൽ ഇതാ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള മട്ടിൽ അന്ന് ഉയർന്നിട്ടുള്ള ആശങ്കകൾ ശരിയാണ് എന്ന് വരികയല്ലേ? വയനാട് തുരങ്കപ്പാത നിർമ്മാണം തുടങ്ങി അതിൻ്റെ ആദ്യത്തെ കാലവർഷത്തിൽ തന്നെ മേപ്പാടിയിൽ ദുരന്തമുണ്ടായിരുന്നു. മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം, ഈ മേഖല എത്ര ദുരന്തങ്ങൾക്ക് സാക്ഷിയായതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ചൂരൽമല, മുണ്ടക്കൈ, അതിന് മുമ്പ് നടന്നിട്ടുള്ള മുണ്ടക്കൈ, പുത്തുമല, ആ ദുരന്തം, ഇങ്ങനെ ദുരന്തങ്ങൾക്ക് വലിയ തോതിൽ സാധ്യതയുള്ള പ്രോണായിട്ടുള്ള ഒരു സ്ഥലത്തുകൂടി ഈ തരത്തിലൊരു വലിയ പദ്ധതി, അതും ഒരു തുരങ്കം ഉണ്ടാക്കുക, ഭൂമിയുടെ സ്വാഭാവികമായ സ്ഥിതിയെ മാറ്റുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചായിരിക്കും, വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് അന്ന് കിട്ടിയിരുന്നു. അന്ന് അതിനെ അങ്ങനെ പറഞ്ഞ ആളുകളെയൊക്കെ വികസന വിരുദ്ധരോ വികസന വിരോധികളോ ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ട് ഇപ്പോൾ ദുരന്തം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആരൊക്കെ അക്കൗണ്ടബിൾ ആകേണ്ട വിഷയമാണ്. ഈ അഭിലാഷ്, ഒരു വിഷയം, ഇപ്പോ നമ്മൾ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഏകോപിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പല സംസാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ അത്തരത്തിൽ കാര്യങ്ങളെ ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് കരുതുന്നില്ല. കുറേയേറെ വിമർശനങ്ങളുണ്ട്. ചില വിമർശനങ്ങൾ നേരത്തെ താങ്കളും സൂചിപ്പിച്ച കാര്യത്തിൽ ഉൾപ്പെടുന്നു. അപക്വമായിട്ടാണ് പലരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വകുപ്പുകൾ തമ്മിൽ പോലും ഒരു ഏകോപനമില്ലാത്ത രീതിയിൽ പെരുമാറ്റം ഉണ്ടാകുന്നു എന്നത് വളരെ നമുക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ സർക്കാരിന് വീഴ്ചയുണ്ടായോ, മുന്നറിയിപ്പ് കാര്യങ്ങളിൽ അത് പരിഗണിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്തിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം കൃത്യമായി തന്നെ സർക്കാർ മുന്നിൽ കണ്ടിരുന്നോ എന്ന പ്രശ്നം നിലനിൽക്കുന്നു. ഇവിടെ തന്നെ ഈ മണ്ണ്, കൂട്ടിയിട്ട മണ്ണ് മാറ്റണമെന്ന് മുഖ്യമന്ത്രി മാറ്റണമെന്ന് നേരത്തെ കലക്ടർ ഓർഡർ കൊടുത്തിരുന്നു. 20-ാം തീയതി എന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് പൊതുമരാമത്ത് സെക്രട്ടറി അങ്ങനെയല്ല പറയുന്നത്. അവിടെ സന്ദർശിച്ച ശേഷം മണ്ണ് മാറ്റാൻ വേണ്ടി പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തു എന്നാണ്. ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യം നിലനിൽക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. ഈ വസ്തുതകളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് പറയുന്നത് 265 mm മഴ പെയ്തു എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് 225 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം 204.4 mm മഴ ലഭിച്ചാൽ തന്നെ അത് അതിതീവ്ര കാറ്റഗറിയിൽപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ അതിതീവ്ര കാറ്റഗറിയിൽപ്പെട്ട മഴ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അതിനനുസരിച്ചുള്ള ഒരു അലർട്ട് ഉണ്ടാകേണ്ടതായിരുന്നു. ആ അലർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് യോഗം ചേർന്ന മിംസ് പരിശോധിച്ചാൽ ഇത് മഴയുടെ അളവ് പരിശോധിക്കാൻ വേണ്ടി അവിടെ DOC, അതുപോലെ തന്നെ DDMA, ADM തുടങ്ങിയ ആളുകളെയെല്ലാം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ മാനുവൽ ഉപകരണങ്ങൾ വഴി ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അത് കമ്പനിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇത്രയും മഴ പെയ്യുന്നു, അതിനനുസരിച്ച് ഒരു അലർട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, അത് വകുപ്പ് പരിശോധിച്ചിട്ടുണ്ടോ എന്നെല്ലാം നാം നോക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തുടർ അപകടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപകടത്തിന് ശേഷമല്ല റെഡ് അലർട്ട് ഉണ്ടാകേണ്ടത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ പാരിസ്ഥിതികമായ അനുമതിയോടും കൂടിയാണ് ഈ പ്രവൃത്തി ആരംഭിച്ചത്. അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നേരത്തെ നമ്മൾ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പിന്നെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളോടും അവർ സ്വീകരിച്ച സമീപനം എന്ത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ കാര്യമൊന്നുമല്ലല്ലോ. ലൈഫിന്റെ വീടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലല്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന 1000 രൂപയുടെ ആനുകൂല്യം, വീട്ടമ്മമാരായ സ്ത്രീകൾ കൊടുക്കുന്ന 1000 രൂപയുടെ ആനുകൂല്യം ഇവർ നിർത്തലാക്കിയതോ അല്ലെങ്കിൽ സമീപനം സ്വീകരിച്ചതോ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ലോ. നയപരമായ പ്രശ്നമാണ്. ശരി, ഓക്കെ. ശ്രീ ടി ഹംസ, ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. ശ്രീ ടി ഹംസ, ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ ഈ അടുത്ത കാലത്ത് സർക്കാർ
ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിട്ടുള്ള സംവിധാനങ്ങളുടെ വിവിധ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സും അതുപോലെ തന്നെ തീരുമാനങ്ങളും പരിശോധിക്കുകയായിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ കൃത്യമായി മണ്ണ് നീക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സെക്രട്ടറി തല സംഘം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണ് ഇപ്പോൾ മാറ്റുന്നത് അപകടകരമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് അവരെത്തുകയും ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാൻ, അതായത് മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവിക്കും എന്ന് പറഞ്ഞ അപകടം അവിടെ സംഭവിച്ചു. അപ്പോൾ എന്താണ് ഇത് എന്ന് എല്ലാവർക്കും ആശങ്ക ഉണ്ടാകുമല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഈ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. മുമ്പ് 84 വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി, 2019 20 കഴിഞ്ഞ 24 വലിയ ദുരന്തമുണ്ടായി. അങ്ങനെ തീർത്തും ദുരന്തബാധിത പ്രദേശമായ അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇന്നലെ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇന്നലെ യെല്ലോ അലർട്ടാണ് വയനാട്ടിൽ. ആവശ്യമായ ഒരു മുന്നറിയിപ്പും ഈ പ്രദേശത്തുകാർക്ക് കൊടുത്തിട്ടില്ല. ഇന്നലെ വലിയ രീതിയിൽ ഈ പ്രദേശത്ത് മഴ പെയ്തു. അപ്പോൾ ആവശ്യമായ മുൻകരുതലുകളൊന്നും തന്നെ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസം മുമ്പ് ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഈ തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറഞ്ഞതുകൊണ്ടാണ് അവിടെ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത്. അല്ലെങ്കിൽ ഈ ദുരന്തം ഇതിലും വലിയ ഭീകരമാകുമായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർ വിങ്ങും അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് വിങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ, ഏകദേശം 18 ആളുകൾ മാത്രമേ ഈ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ദുരന്തം ഇത്രയും വലിയൊരു ദുരന്തമായി മാറുമായിരുന്ന ഒരു ദുരന്തമാണ് ഇത്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് കൃത്യമായ മുന്നറിയിപ്പും ഒക്കെ നൽകണം. ഇവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വേനൽ മഴ പെയ്തപ്പോൾ തന്നെ ഈ മണ്ണ് മുഴുവൻ റോട്ടിലേക്ക് ഒലിച്ചിറങ്ങുകയും അവിടുത്തെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തപ്പോൾ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ഒക്കെ ഇടപെട്ട് നിരന്തരം മീറ്റിങ്ങുകൾ ചേർന്നതാണ്. ആ മീറ്റിങ്ങുകളിൽ നിന്ന് മണ്ണ് മാറ്റാമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ മണ്ണ് മാറ്റപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഒരു ഭാഗത്ത് വീണ്ടുമ്പോൾ ദുരന്തമുണ്ടായ മണ്ണ് ഇടിച്ചിൽ വന്നതിൻ്റെ മറ്റേ ഒരു ഭാഗത്ത് ഇപ്പോഴും വലിയ രീതിയിൽ മണ്ണ് ഡംപ് ചെയ്തിട്ടിട്ടുണ്ട്. അതും വലിയ മഴയ്ക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തം. ഈ പ്രദേശം എന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഇരയാവുന്നത് കൊണ്ട് തന്നെ ആവശ്യമായ പഠനം നടത്തിയിട്ട് ഈ പ്രദേശത്തെ മേഖലയിലെ ജനങ്ങളെ ഒന്നില്ലെങ്കിൽ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നൊരു ആണെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ ഇവിടുന്ന് മാറ്റി പൂർണ്ണമായും ഈ പ്രദേശത്തെ ജനങ്ങളെ പൂർണ്ണമായും മാറ്റി വാസയോഗ്യമല്ലാത്ത പ്രദേശമാക്കി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അടുപ്പിച്ചായി 2019 ശേഷം ഇതിപ്പോൾ 4ാമത്തെ ഉരുൾപൊട്ടലാണ്. അതിന് മുമ്പ് 84 വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നോ ആവശ്യമായ ഒരു സുരക്ഷ നൽകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാലത്തും ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനവിഭാഗമായിട്ട് മാറുകയാണ്. ദുരന്തത്തിന് ശേഷം ഈ ജില്ലാ ഭരണകൂടത്തിന് ഏതാണ്ട് തീർച്ചയുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം ഇവിടെ ഒരു അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരുന്നു. ആ വാചകം വേണമെങ്കിൽ വായിക്കാം. ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയത് കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ പ്രസ്തുത മൺകൂനകളിൽ നിന്ന് മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ്, ചെളിയൊഴുക്ക് എന്നിവ ഉണ്ടാകുന്നതിനും അത് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൊതുമുതലിനും ഭീഷണി സൃഷ്ടിക്കുന്നതിനും സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത് ജില്ലാ ഭരണകൂടം തന്നെയാണ്, ദുരന്ത നിവാരണ അതോറിറ്റി തന്നെയാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എന്നിട്ടും ഇത് എന്തുകൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഈ 2 തവണ പഞ്ചായത്ത് തലത്തിലും ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മണ്ണ് മാറ്റാനുള്ള മീറ്റിങ്ങുകൾ നടന്നതാണ്. പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലൊക്കെ മീറ്റിങ്ങുകൾ നടന്നു. അതിലൊക്കെ ആദ്യം തുടക്കത്തിൽ അവർ മണ്ണ് മാറ്റാമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ മണ്ണ് മാറ്റിയില്ല. മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള കമ്പനി ഈ കാര്യത്തിൽ നിസ്സംഗത കാണിച്ചു. അതാണ് ഇത്രയും വലിയൊരു ദുരന്തം. ഈ ദുരന്തം വളരെ ഭീകരമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഞങ്ങൾ രാവിലെ വന്നതാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെയാണുള്ളത്. വലിയ ഇനിയും നമുക്ക് ഒരുപാട് 4-5 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഈ ദുരന്തത്തിൽ.
അപ്പോൾ ഇതിൻ്റെ ഗൗരവത്തിൽ ഇതിലെടുത്തില്ല. ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, മുൻകൂട്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും ആ മൺകൂനം മാറ്റാൻ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇത് വരുത്തി വെച്ചൊരു ദുരന്തമാണ് എന്ന് പറയാനുള്ളൂ. ഇത് വരുത്തി വെച്ച ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ മേഖലയിൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കും. ഇതിന്റെ ഒരു ദുരന്തമാണ് അത് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ഇതിലും വലിയ ദുരന്തം ഉണ്ടാകും. അതെ, വളരെ കറക്റ്റാണ്. വരുത്തി വെച്ച ദുരന്തമാണ്. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തം ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. അവിടെ ആ പ്രദേശത്തെ മനുഷ്യരെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ചു. എത്രയോ കാലമായി ഞാൻ തന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി എത്തി, പിന്നെ മേപ്പാടി കഴിഞ്ഞ് പോയിട്ടുള്ളതൊക്കെ ഒരു തവണ അല്ലാതെ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യാനാണ്. ഒരു മേഖല ദുരന്ത മേഖലയായി മാറുന്നു. അവിടെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ദുരന്തത്തിന് ആക്കം കൂട്ടുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ദുരന്തം ട്രിഗർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ച അടുത്ത ഘട്ടത്തിലേക്കാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ മഴക്കാലത്ത് ഇത് സംഭവിച്ചു. മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ഉണ്ട് താനും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആളപായമുള്ള ദുരന്തമല്ല എങ്കിലും ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിൽ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ കമ്പനികൾ അവർ ഇതേ മട്ടിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്ത് നടത്തുന്നുണ്ടാവും. പക്ഷെ കേരളത്തിൻ്റെ സവിശേഷമായ ഭൂമിയുടെ പ്രത്യേകതയും ഇവിടുത്തെ മഴ കിട്ടിയാലുള്ള അവസ്ഥയും കൂടിയ മഴയും പരിഗണിക്കാതെ യഥാർത്ഥത്തിൽ മണ്ണിനെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണെങ്കിലും ആവർത്തിക്കപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തം ഉണ്ടാകുന്നു. ഒരു ദുരന്തം കഴിഞ്ഞ് അടുത്ത ദുരന്തത്തിലേക്ക് എന്ന നിലയിൽ നമ്മൾ നീങ്ങുകയാണോ? ഇങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നതെങ്കിൽ, നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. എനിക്കിഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട് പറയാനായിട്ട്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആരും എതിർത്ത പദ്ധതിയല്ല. പക്ഷേ കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രോജക്റ്റിൻ്റെ സമയത്ത് ഒരു വലിയ ടേബിൾ ടോപ്പ് ഒരു ഇത് സൃഷ്ടിക്കാനായിട്ട് അവിടെ വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടു. ഒരു കാലത്ത് അത് ഒലിച്ചിറങ്ങി. അത് പരിസരത്തുള്ള നൂറുകണക്കിന് വീടുകളെ അത് ബാധിച്ചു. ഒരുപാട് പേര് അതിൻ്റെ കെടുതി അനുഭവിച്ചു. ആ സമയത്ത് വലിയ പ്രശ്നമുണ്ടായി, പ്രാദേശികമായ റിപ്പോർട്ടുകളുണ്ടായി, ജില്ലാ ഭരണകൂടം ഇടപെട്ടു. ഇപ്പോൾ അവരെപ്പറ്റി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവരാ കെടുതി അനുഭവിച്ച് അത് അവരുടെ ജീവിതത്തിൽ നഷ്ടമായിട്ട് മാറുകയാണ് ചെയ്തത്. അതിനകത്ത് ഒരു ആരെയും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായില്ല. അഭിലാഷിന് അറിയാമായിരിക്കും, എൻ്റെ വീടിരിക്കുന്ന പ്രദേശം കാസർഗോഡ് നീലേശ്വരം മുതൽ ചെറുവത്തൂർ വരെയുള്ള പ്രദേശത്തിനകത്ത് വീരമല എന്ന് പറയുന്ന ഒരു മല അങ്ങനെ തന്നെ ചെത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടെ അശാസ്ത്രീയമായിട്ടുള്ളൊരു റോഡ് കർവിൻ്റെ ഭാഗമായിട്ട് നാമമാത്രമായിട്ടുള്ള പൈസ അടച്ച് ആ കമ്പനിയും തടിയൂരി രക്ഷപ്പെട്ടു. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് സ്കൂളിൽ പോകാത്ത ആളുകൾക്ക്, ഞാനിത് പറയുന്നത് ഇടുക്കിയുടെ കൂടി അനുഭവത്തിലാണ്, ഗ്യാപ്പ് റോഡിൽ നിർമ്മാണം നടത്തുമ്പോൾ സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും, അവിടുത്തെ കർഷകർ പോലും വന്ന് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ തൊഴിലെടുക്കാൻ വന്ന ആളുകൾ പറയുന്നത്, ഈ രീതിയിൽ ഇത് ചെത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അടുത്ത മഴയ്ക്ക് താഴെ വീഴും. അപ്പോൾ ഇത് പോലും എഞ്ചിനീയർമാർക്ക് മനസ്സിലാവാത്ത രീതിയിലല്ല, അതിൻ്റെ ഡിസൈൻ തന്നെ ഫോൾട്ടി ആയിട്ടുള്ള, ഇഷ്ടമുള്ളതുപോലെ ചെത്തിയെടുത്ത് കല്ല്, മണ്ണ് മുതലായ വിഭവങ്ങൾ കൊണ്ടുപോകാനും, നേരത്തെ ശ്രീ ജയകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ പ്ലാൻ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അവർ ആ പരിപാടികൾ ചെയ്യാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ട്. രണ്ട്, നമ്മൾ എന്തിനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി പറയുന്നത്? ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഒരു ജില്ലയിലുള്ള എല്ലാ സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇത്തരത്തിൽ നടക്കുന്ന മെഗാ പ്രോജക്റ്റുകൾ മുഴുവൻ റിവ്യൂ ചെയ്യലാണോ ജില്ലാ കളക്ടറെയൊക്കെ പണി? ദുരന്ത നിവാരണ നിയമവും അതിൻ്റെ നടത്തിപ്പും ഉണ്ടാവേണ്ടത് ദുരന്ത ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നത്തിലാണ്. ഇതൊരു സിവിൽ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇതിൻ്റെ DPR എടുത്താൽ എങ്ങനെയാണ് ഈ പദ്ധതി ചെയ്യേണ്ടത്, എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഈ പദ്ധതി കൊണ്ട് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നത്, എന്തൊക്കെ ഇമ്പാക്റ്റാണ് പരിസ്ഥിതിയുടെ ലോലത കൊണ്ട് ഈ പദ്ധതിക്ക് ഉണ്ടാകുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്, ഇത് രണ്ടും പഠിച്ച് അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഒപ്പീനിയൻ കൂടി എടുത്തിട്ട്, അവിടുത്തെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെയുണ്ട്, അവരുടെയൊക്കെ അനുമതി എടുത്തുകൊണ്ട്, അവരുടെയൊക്കെ ഇൻപുട്സ് എടുത്തുകൊണ്ട്, ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ട് ആ പ്രദേശവാസികളുടെ കൂടി ഇൻപുട്സ് എടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് വേണം ഈ പദ്ധതി മുമ്പോട്ട് പോകാൻ. കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ദേശീയപാതയുടെ പണിയോ ഏതെങ്കിലും ഇത്തരത്തിൽ കുന്ന് മല ചെത്തിക്കൊണ്ടു പോകുന്ന പണിയോ, ഈ ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ഹില്ലോക്സ് എന്ന പ്രക്രിയയാണ് കേരളത്തിൽ ഇപ്പോൾ വികസനം എന്ന പേരിൽ നടക്കുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളെ നമ്മൾ ഇടിച്ച് ഡീസ്റ്റെബിലൈസ് ചെയ്ത് വെള്ളം അതിനകത്ത് ഇറങ്ങി മണ്ണിനെ തള്ളി താഴോട്ടേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി ഇട്ട് കൊടുക്കുകയാണ്. ഇത്
മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു പണിയും ഇതിൻ്റെ ഡിസൈനിനകത്തില്ല, ഇതിൻ്റെ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാനിനകത്തില്ല. നമ്മൾ ഒരു പ്രോജക്റ്റിന് അപ്രൂവൽ കൊടുക്കുമ്പോൾ ആ DPRO അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാനോ എടുത്ത് നോക്കിയാൽ 2026 ജൂൺ മാസത്തിൽ പെയ്യുന്ന മഴയ്ക്ക് അവിടെ എത്ര മണ്ണ് സൂക്ഷിക്കാമെന്നും ആ മണ്ണ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നീക്കം ചെയ്യണമെന്നും ആരാണ് അതിൻ്റെ ഉത്തരവാദിയൊന്നും ആ DPR-നകത്തുണ്ടാവും, അത് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാനിനകത്തുണ്ടാവും. ഈ പ്ലാൻ നടപ്പാക്കിയോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത മാത്രമേ ജില്ലാ ഭരണകൂടത്തിനുള്ളൂ. അങ്ങനെയല്ല സംഭവിച്ചത് ഈ കേസിൽ. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ആ പ്ലാൻ അതിനകത്ത് ഈ പറയുന്ന മിറ്റിഗേറ്ററി മെഷേഴ്സ് ഒന്നും കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസൈനിൽ തന്നെ ഫോൾട്ടി ആയിട്ടുള്ളൊരു പദ്ധതി ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉത്തരവാദിത്വ കുറവ് കൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ ദുരന്ത നിവാരണം കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല. സ്വാഭാവികമായി ജില്ലാ കളക്ടർ ഒരാഴ്ച അവധിയിലാണെങ്കിലും നടക്കേണ്ട പ്രക്രിയയാണിത്. അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ സിസ്റ്റമാണ് ഇവിടെ ഇല്ലാതാവുന്നത്. അതുകൊണ്ടാണ് ശ്രീ സജീഷൊക്കെ വളരെ എളുപ്പത്തിൽ എല്ലാ അനുമതിയും കിട്ടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അനുമതികളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഞങ്ങൾക്കൊരു ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച് വിവരങ്ങൾ തേടുന്ന പൗരന്മാരോട് നിങ്ങൾ ഈ റോഡ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലൊന്നും ബേജാറാവണ്ട, അതൊക്കെ സർക്കാർ നോക്കിക്കോളും, നിങ്ങൾ ആരാണ് ഈ നിർമ്മാണത്തിൻ്റെ ഓഡിറ്റിംഗ് നടത്താനായിട്ട് എന്ന് ചോദിക്കുന്നത് കേട്ടു. ആ സുപ്രീം കോടതി ജഡ്ജിമാരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾ സമാധാനം പറയുമോ ഇത്തരത്തിൽ? നമ്മുടെ ഫെയിലിയർ ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനകത്ത് ആളുകൾ ഇറങ്ങി വിവരാവകാശ പ്രകാരം വിവരങ്ങൾ കളക്ട് ചെയ്ത് കോടതിയിൽ എത്തിച്ചാണ് ഇത് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലും ഇല്ലാത്തൊരു സിസ്റ്റമായിട്ട് കേരളത്തിലെ നിർമ്മാണ മേഖല മൊത്തത്തിൽ മാറുന്നു. ഒരു വരി കൂടി പറയാൻ പറ്റുമെങ്കിൽ ശ്രീ അഭിലാഷ്, കേരള മൈനർ മിനറൽ കൺസഷൻ ചട്ടമാണ് ഈ ഖനനം നടത്തുന്നതിന് അനുമതി നൽകുന്നത്. നിങ്ങൾ 100 കോടിയുടെ അനധികൃത ഖനനം നടത്തിയാലും നിങ്ങൾക്ക് നാമമാത്രമായ പിഴയടച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന, ഒരാളും ജയിലിൽ പോകാൻ കഴിയാത്ത രീതിയിലാണ് ആ ചട്ടം LDF ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള നിർമ്മാണ കമ്പനികൾക്ക് എന്ത് ലംഘനവും നടത്തിയാലും അവസാനം പിഴയടച്ച് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ശരി, അവിടെ ശ്രീ ജിൻഡോ ജോൺ, ഈ പദ്ധതിയുടെ പ്രാരംഭത്തിൽ തന്നെ അതേക്കുറിച്ച് എതിർപ്പ് രേഖപ്പെടുത്തിയ ആളുകളാണ് നിങ്ങൾ. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ്, ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി. തുടങ്ങിയതിന് ശേഷം പിന്നീട് നിർത്തിവെക്കുക, അതല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് നിങ്ങൾ അന്ന് വിമർശനം ഉന്നയിച്ചതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അത് നിർത്തിവെക്കണമായിരുന്നോ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിൻ്റെ ഈ അപകടാവസ്ഥ, ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതം കൺമുമ്പിൽ കാണുമ്പോൾ അതിനെങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ നേരിടാം, എങ്ങനെ ഒരു ഡിസാസ്റ്റർ അവോയ്ഡ് ചെയ്യാം എന്ന നിലയിലുള്ള സമീപനം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് ഏകോപിതമായി ഉണ്ടായോ? അഭിലാഷേ, ഇതിലുള്ളൊരു കാര്യം എന്താണെന്നറിയാം, നമുക്ക് ശീലമുള്ളൊരു കാര്യം, ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ദീർഘവീക്ഷണമില്ലാത്ത പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തി കഴിയുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ അതിനൊരു ഉത്തരവാദിയെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഇതിന് രക്ഷപ്പെടാൻ നോക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ഒരു സ്വഭാവ രീതിയാണ്. ഞാനിതിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുസമൂഹത്തോട് കുറേ കൂടി കമ്മിറ്റ്മെൻറ്റോടു കൂടി വർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ പദ്ധതിയുടെ ആസൂത്രണം ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ വ്യത്യസ്ത നിലപാടെടുത്തതാണ് കോൺഗ്രസും UDF ഒക്കെ. സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് യാത്രാക്ലേശമുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ഒരു ക്ലേശത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുകയല്ല ഒരു ആധുനിക സമൂഹം ഡെവലപ്മെൻ്റ് എന്നുള്ള രീതിയിൽ കാണേണ്ടതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തിരുത്ത്. ഇനി അതിനുശേഷം ഇത് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു വൻകിട വികസന പദ്ധതി എന്നുള്ള രീതിയിൽ വിഭാവനം ചെയ്തു. നേരത്തെ സജീഷ് സൂചിപ്പിച്ച പോലെ പരസ്പരം പൊളിറ്റിക്സ് പറഞ്ഞ് ആക്ഷേപിക്കാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ അതിനെ അങ്ങനെ പിണറായി സർക്കാരിൻ്റെ വീഴ്ച എന്നുള്ള രീതിയിൽ കാണുന്നതിനേക്കാൾ അപ്പുറം അതിനെടുത്തിട്ടുള്ള തിടുക്കം, ഉറപ്പായിട്ടും നമുക്ക് വൻകിട വികസന പദ്ധതികൾ വേണം, വൻകിട യാത്രാ സൗകര്യങ്ങൾ വേണം, വിമാനത്താവളങ്ങൾ വേണം, വൻ പ്രോജക്റ്റുകളൊക്കെ വേണം. പക്ഷെ അതിന് നിർബന്ധമായും പാലിക്കേണ്ട, നിയമപരമായിട്ടും പാരിസ്ഥിതികമായിട്ടും ഒക്കെ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണമായിരുന്നു. അത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ഈ പ്രോജക്റ്റിൻ്റെ അനുമതി പലവട്ടം നീട്ടിയതാണ്. അവസാനം കർശനമായിട്ടുള്ള 24 കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ പാലിക്കപ്പെട്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ പാരിസ്ഥിതിക നിയന്ത്രണ നിർദ്ദേശങ്ങൾ അത് 60-ലധികമാണ്. അത്രയും പാരിസ്ഥിതികമായിട്ട് ആഘാതം ഉണ്ടാകാൻ ഇടയുള്ള പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്ര വൻകിടമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നടപ്പാക്കാൻ കൊണ്ടുവരുമ്പോൾ ശീലിക്കേണ്ട ചില മര്യാദകൾ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ മരണപ്പെട്ട മനുഷ്യർ അക്കങ്ങളും പേരുകളുമായിട്ട് മാറുകയാണ്.
നമുക്ക് ആർക്കും നേരിട്ട് ഫീൽ അനുഭവിക്കാത്തത് കൊണ്ട് അത് നമുക്കൊരു വാർത്ത മാത്രമായിട്ട് അവശേഷിക്കുക. ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. നാളെയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ മാറി മാറി വരുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളെ മാത്രം ആക്ഷേപിച്ചുകൊണ്ടല്ല ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. വൻകിട പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഹരീഷ് വാസുദേവനായാലും സി ജയകുമാറൊക്കെ പറഞ്ഞതുപോലെയുള്ള പോയിന്റ്സ് നമ്മൾ ഉൾക്കൊള്ളണം. അത്തരം മനുഷ്യരെ വികസന വിരോധികൾ എന്ന് ടാഗ് അടിച്ചുകൊണ്ട് വികസനത്തിന്റെ തുരങ്കപാതയുടെ ഉപജ്ഞാതാക്കൾ എന്നുള്ള അഭിമാനം പേറിയ മനുഷ്യരാരെ ഇന്ന് നമ്മൾ കാണുന്നില്ല. രണ്ട് തരത്തിൽ അഭിപ്രായമുണ്ട്. ഈ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് വിയോജിക്കുന്ന ആളുകൾ UDFന്റെ ഭാഗത്തും ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടത്. കുറെ കൂടി സത്യസന്ധമായിട്ട് ഈ വിഷയത്തെ കാണണം. നമ്മൾ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ NDRF എത്തിയോ SDRF എത്തിയോ മന്ത്രിമാരുടെ സംഘം എത്തിയോ അല്ലെങ്കിൽ മറ്റ് ദുരന്ത നിവാരണ സേന എത്തിയോ, എപ്പോ എത്തി, എത്ര വേഗത്തിലെത്തി, എത്ര മൃതശരീരങ്ങൾ കണ്ടെത്തി, എത്ര മനുഷ്യരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നൊക്കെ പഠിക്കുമ്പോൾ, എന്നൊക്കെ അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സർക്കാർ പൊതുഖജനാവ് ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന കുടുംബങ്ങൾക്കുള്ള നഷ്ടമുണ്ട്, ഇതുകൊണ്ടുണ്ടാകുന്ന മാനസിക വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, മനുഷ്യ വിഭവശേഷിയുടെ നാശനഷ്ടങ്ങളുണ്ട്, പ്രകൃതി ദുരന്തം, പ്രകൃതിയുടെ ബാലൻസ് തെറ്റിക്കുന്ന പരിപാടികളുണ്ട്. ഇതെല്ലാം പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ടേക്ക്. രണ്ടാമത്തെ, അവിടെ ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി തന്നെ ഒരുപാട് ആശങ്കകൾ, ഒരുപാട് ആരോപണങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. അതൊക്കെ മുഖവിലയ്ക്ക് എടുത്തിരുന്നു. ഞാൻ പറയുന്ന പ്രോജക്റ്റുകൾ നിർബന്ധമായിട്ടും വേണം. അതിന് വികസനം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഉയർത്തുന്ന മനുഷ്യരോട് കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് അതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ വികസന വിരോധികൾ എന്ന് പറയാൻ പാടില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണ് അശാസ്ത്രീയമായി കൂട്ടി വെക്കരുത് എന്ന് പറയുകയും മഴക്കാലമാണ് ഇങ്ങനെ പ്രശ്നം. ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തല്ലെന്നേ. ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സ്കൂളിലെ കിഫ്ബിയുടെ വർക്കുമായി ബന്ധപ്പെട്ട് അവർ ആഴത്തിൽ കുഴിയെടുത്തിരിക്കുകയാണ്. മണ്ണിടിഞ്ഞു പോകുന്ന തീരപ്രദേശത്ത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് അവിടെ ഇനി ഒരു പ്രോജക്റ്റ് പണിയും തുടരാൻ പാടില്ല, നിർത്തിവെക്കണമെന്ന് നിർബന്ധമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം കൊടുത്താൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അപകടം നടക്കും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഒക്കെ വരാവുന്ന സാഹചര്യമാണ്. നമ്മുടെ കേരളത്തിന്റെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇവിടെ ഈ മണ്ണ് കൂട്ടിവെച്ചിട്ടില്ലായിരുന്നെങ്കിലും അവിടെ മണ്ണിടിയും, അതും കൂടി പരിശോധിക്കണ്ടേ. മണ്ണ് കൂട്ടി വെച്ചിട്ടില്ലായിരുന്നെങ്കിലും അവിടെ മണ്ണിടിയും. ആ മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇത്തരം പ്രോജക്റ്റുകൾ അനിവാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ അനിവാര്യമാണ്. പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ, പാരിസ്ഥിതിക ആഘാത പഠനമൊക്കെ പഠിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അതിൽ ശ്രീ എസ് കെ സതീഷ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അധിക ദൂരമില്ല ഈ മേഖലയിലേക്ക്, ഒരുപാട് കിലോമീറ്ററുകളില്ല. നോക്കൂ, 1984, 2019, 2024 കേരളം കണ്ട വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ ആ പ്രദേശത്ത് നിന്ന് ആളുകളെ ഇനി അവിടെ താമസയോഗ്യമല്ല, ഇനി ഇവിടെ ഇൻഹാബിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന നിലയിൽ അവരെ അവിടുന്ന് മാറ്റിയ പ്രദേശമാണ്. ഈ മേപ്പാടി മാത്രം ഒന്ന് പരിശോധിച്ചാൽ, ആ ഏരിയ മാത്രം പരിശോധിച്ചാൽ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നൈരന്തര്യം നമ്മൾ കാണണം. വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഇനി മനുഷ്യരെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ച ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പദ്ധതി, പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതി വരുമ്പോൾ അതിനെ വിമർശിക്കുന്ന, അതിന് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്ന മുഴുവൻ ആളുകളെയും കേൾക്കണ്ടേ? ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഉടനെ ഇവരിത് മുടക്കാൻ നോക്കുന്ന ആളുകളാണ്, ഇവർ മുടക്കികളാണ്, ഇവർക്ക് പ്രത്യേകതരം മനോനിലയാണ് എന്ന സമീപനത്തോടുകൂടി കണ്ടതിൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ കൂടി ഫലം അവിടെ ഇപ്പോൾ അനുഭവിക്കുകയല്ലേ? ഒന്നാം മ്യൂട്ട് മാറ്റിയിട്ട് ശ്രീ സജീഷ്. ശ്രീ സജീഷ്, താങ്കൾ പറയുന്നത് ഇവിടെ കേൾക്കുന്നില്ല. താങ്കളുടെ ആ മ്യൂട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ. കേൾക്കാമല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതിയെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ വിമർശിച്ചത് ഒരു ശാസ്ത്രീയ പഠനത്തിന്റെയോ മറ്റടിസ്ഥാനത്തിലല്ല, അതൊരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ NHSSCന്റെ പ്രവർത്തനത്തെ മുടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഗെയില്, അതുപോലെ തന്നെ നമ്മുടെ പവർ ഹൈവേ, ഇങ്ങനെ പലതായിട്ടും കേരളം ഇന്ന് എത്തി നിൽക്കുന്ന പല നേട്ടങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ കാര്യത്തിൽ ആശങ്കകളൊന്നും പരിഗണിക്കാതെയും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കേൾക്കാതെയുമല്ല നിലപാടുകൾ സ്വീകരിച്ചത്. അവിടെ നിരവധി സിറ്റിംഗുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പറഞ്ഞ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പരിസ്ഥിതി മന്ത്രാലയം ഉൾപ്പെടെ
മുന്നോട്ട് വെക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല കാര്യങ്ങളെയും ഇപ്പോൾ വന്ന വീഴ്ചകളെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20-ാം തീയതി ഒരു മീറ്റിംഗ്, മന്ത്രിതല മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിനകത്ത് മണ്ണ് മാറ്റണം എന്ന് തീരുമാനിക്കുകയും എന്നാൽ 17 ദിവസം കഴിഞ്ഞിട്ടും അതിന് തീരുമാനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമല്ലേ? ഇവിടെ മാത്രമാണോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, വകുപ്പിനകത്തുള്ള ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കുന്നതിനുള്ള പോരായ്മ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ആരോഗ്യ വകുപ്പിൽ നമ്മൾ കണ്ടു. ആരോഗ്യമന്ത്രി ഒരു കാര്യം പറയുന്നു, ആരോഗ്യ വകുപ്പിലെ DMO വേറൊരു കാര്യം പറയുന്നു, ജില്ലാ കലക്ടർ വേറൊരു കാര്യം പറയുന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഏകോപനമില്ലാതെ പോയാൽ നമുക്ക് എങ്ങനെയാണ് ഈ സിസ്റ്റത്തിനകത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക? അതുപോലെ തന്നെയാണല്ലോ ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്നു കലക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ മണ്ണ് നീക്കാൻ വേണ്ടിയെന്ന്. എന്നാൽ അപ്പുറത്ത് എന്താ കാണുന്നത്? അപ്പുറത്ത് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അവർ പറയുന്നത് അവിടെ മണ്ണ് നീക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടുണ്ടോ? മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും തിരുത്തുന്നയാളാണോ പൊതുമരാമത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്? അവരല്ലേ ആക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ സംവിധാനത്തെ തിരുത്താൻ വേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ പറഞ്ഞ അവരുടെ ഇൻസ്പെക്ഷൻ തന്നെ നടക്കുന്നത് 5 ദിവസം കഴിഞ്ഞിട്ടല്ലേ? 20-ാം തീയതി ഗൗരവത്തിൽ മന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായാൽ 21-ാം തീയതി തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണ്ടേ? മഴയില്ലാത്ത ഘട്ടത്തിലാണ് ഈ തീരുമാനം യോഗമെടുത്തത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മഴ വരുന്നവരെ കാത്തു നിന്ന് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ? ഇവിടെ മറ്റൊരു ഗൗരവകരമായ കാര്യം കൂടി കാണേണ്ടതുണ്ട്. ജനങ്ങൾ അങ്ങോട്ട് വരാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണമെങ്കിൽ അവിടെ സ്ഥലത്ത് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉണ്ടല്ലോ, ആ വെതർ സ്റ്റേഷനിൽ ഓരോ സമയത്തുമുള്ള മഴയുടെ അളവ് നിശ്ചയിക്കാനുള്ള ചുമതല ഈ കൊങ്കൺ കമ്പനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ചിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ അവിടെ നിർദ്ദേശങ്ങൾ നൽകിയത്? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് ദുരന്ത നിവാരണ സമിതി പറഞ്ഞ മഴയുടെ അളവും മുഖ്യമന്ത്രി പറഞ്ഞ മഴയുടെ അളവും തമ്മിൽ വ്യത്യാസമുള്ളത്? അതെല്ലാം നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിക്കുമ്പോഴും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാനദണ്ഡത്തിനേക്കാൾ കൂടുതൽ മഴ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രാദേശിക സംവിധാനം ഉപയോഗിച്ച് അവിടെ സിസ്റ്റം ഉണ്ടല്ലോ, സിസ്റ്റം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഉപകരണങ്ങൾ ഉണ്ടല്ലോ. ആ ഉപകരണങ്ങൾ വെച്ച് ഈ പ്രദേശത്ത് വർക്ക് നടക്കുന്ന സമയത്ത് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണ്ടേ? അതിന് പകരം മറ്റ് പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ആ പദ്ധതിയെ വിമർശിച്ചോ കൊണ്ടോ കാര്യമില്ലല്ലോ. ഇവിടെ നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവകരമായി കാണേണ്ടതുണ്ട്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടന്നു പോകാത്തത് ഇപ്പോ ഒരു ദുരന്തത്തിന്റെ മുന്നിലാണ് നാം നിൽക്കുന്നത്. അവിടെ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കാനും അവർക്ക് ചികിത്സ നൽകാനും എല്ലാമുള്ള നിലപാടുകളാണ് ഉണ്ടാകേണ്ടത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്നെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്ന് പിന്നീട് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനു പകരം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വന്ന് തെറ്റായ വിലയിരുത്തലുകളും പ്രചാരണങ്ങളും ഈ വേളയിൽ നടത്തുന്നത് ഗുണകരമായ ഒരു സാഹചര്യമല്ല. ആ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പദ്ധതികളെല്ലാം മുടക്കാൻ അവർ പണ്ടേ ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ എല്ലാ പദ്ധതികളും മുന്നോട്ട് പോയിട്ടുള്ളൂ. ആ പദ്ധതികൾ ഓരോന്നും ഇപ്പോ ദേശീയപാത ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എത്തി നിൽക്കുന്നത് ആർജവത്തോടു കൂടി ഇവരുടെ എതിർപ്പിനെ മറികടന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു പോയതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ കേരളത്തിൽ വൈദ്യുതി ലഭ്യമല്ല. പവർ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കുമായിരുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഒരു വശത്ത് ഒരു മന്ത്രി പറയുന്നു മഴ കൂടുതലായതുകൊണ്ട് വൈദ്യുതി ഇല്ല, പവർ കട്ട് അതുകൊണ്ടാണ്. മറ്റൊരു വശത്ത് മഴ കൂടുതലായതുകൊണ്ട് രോഗങ്ങൾ പരക്കുന്നുവെന്ന് മന്ത്രി പറയുന്നു. മറ്റൊരു വശത്ത് വൈദ്യുതി മന്ത്രി പറയുന്നത് മഴയില്ലാത്തതുകൊണ്ട് വൈദ്യുതി പവർ കട്ട് വരേണ്ടി വരുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സംസാരമെങ്കിലും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമെല്ലാം അവർ പറയുന്നത് എന്തോ ആവട്ടെ, പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നായിരിക്കണ്ടേ? അത് പല കാര്യങ്ങൾ പറഞ്ഞാൽ മഴയുടെ അളവിന്റെ കാര്യത്തിൽ പോലും മുഖ്യമന്ത്രിയും മറ്റും പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വൈരുദ്ധ്യം നിറഞ്ഞതായാൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? ഗൗരവകരമായ പ്രശ്നമാണ്. അതാണല്ലോ പോയിന്റ്. അവിടെ ശ്രീ ടി ഹംസ എന്തുകൊണ്ട് 20-ാം തീയതി കഴിഞ്ഞ മാസം 20-ാം തീയതി വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ പുറപ്പെടുവിച്ച ഉത്തരവ് പാലിക്കപ്പെട്ടില്ല? മണ്ണ് നീക്കാനാണ് ഉത്തരവ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള മഴ അന്ന് ഉണ്ടായിരുന്നില്ല താനും.
പിന്നെ എന്തുകൊണ്ടത് നടന്നില്ല? എന്തുകൊണ്ട് ഉത്തരവ് പാലിക്കപ്പെട്ടില്ല? അല്ല, വ്യക്തമാകുന്നില്ല. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ അല്ല, ഇപ്പോൾ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഞാൻ ചോദിച്ചത് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ 20/6/2026 ഇട്ട ഉത്തരവുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് പാലിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പാലിക്കപ്പെടാതിരുന്നത്? പാലിക്കപ്പെടാൻ കർശനമായ നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ കമ്പനി അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ്. ഇത് കളക്ടർ നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വേനൽമഴയിൽ ഇവിടെ ഈ മണ്ണ് റോഡിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ഒഴുകിയെത്തിയപ്പോൾ തന്നെ അവിടുന്ന് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഗ്രാമപഞ്ചായത്തും മറ്റ് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ തന്നെ ഇടപെട്ടിട്ട് അവിടെ പഞ്ചായത്ത് തലത്തിൽ മീറ്റിംഗ് നടത്തി, പിന്നീടാണ് ജില്ലാ തലത്തിൽ മീറ്റിംഗ് നടത്തിയത്. ആ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇത് മാറ്റാമെന്ന് ഉറപ്പ് നൽകിയിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല. അതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത്. ഒരു ഉത്തരവ് നൽകിയിട്ട് പോലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നമുക്കറിയാലോ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്തെ എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് ഇരയാവുന്ന ഒരു ഹതഭാഗ്യരായ ജനങ്ങളായിട്ട് ഈ മേപ്പാടിയിലെ ജനങ്ങൾ മാറുകയാണ്. അപ്പോൾ നമുക്കെന്നെ പരിശോധിച്ചാൽ അറിയാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വൻകിട പദ്ധതികൾക്ക് അനുമതി കൊടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പിന്നെ സംരക്ഷണം നൽകാൻ ഇതിന് അനുമതി നൽകുന്ന ആളുകൾക്ക് കൂടി ബാധ്യതയുണ്ട്. അത്തരത്തിലൊരു പിന്നെ പരിശ്രമവും നടത്താതെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും സംരക്ഷണം നൽകാനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെ ഇത്തരം പദ്ധതികൾക്ക് അനുമതി നൽകി ആ അനുമതിയിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അനുമതി നൽകുമ്പോൾ പാരിസ്ഥിതിക മന്ത്രാലയം ഇതിന് അനുമതി നൽകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് ഈ പ്രദേശത്തെ പിന്നെ പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ വെള്ളർമല വില്ലേജിലെ മുഴുവൻ പ്രദേശങ്ങളും പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളെ മാറ്റി താമസിക്കണം, ആ പ്രദേശത്തെ ഈ വില്ലേജിലെ മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇതിന് പുന്നപ്പുഴയ്ക്ക് ഒരു അതിർത്തി 50 മീറ്റർ പരിധി നിശ്ചയിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ മാത്രമാണ് താമസിച്ചത്. ഇനിയും ഒരുപാട് ദുരന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിൽ ഈ വെള്ളാർമല വില്ലേജിലെ മുഴുവൻ ജനങ്ങളെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഇതിലെ നിയമങ്ങൾ ഈ കമ്പനി കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ശരി, ഓക്കെ. അവിടെ ശ്രീ സി ജയകുമാർ, ഇപ്പോൾ എന്തായാലും ഈ തുരങ്ക പദ്ധതി നടപ്പാകുകയാണല്ലോ, ഇപ്പോഴത്തെ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് താഴെ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്താണ്. ഇവിടെ രണ്ടെണ്ടിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതേസമയം തന്നെ അതൊരു പരിസ്ഥിതി പ്രാധാന്യമുള്ള അതീവ പരിസ്ഥിതി ദുർബല മേഖലകൾ കൂടി ഉൾപ്പെടുന്ന പ്രദേശവുമാണ്. വർഷങ്ങളെടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇത് നിർത്തിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എന്തായാലും പോവില്ല. എന്ത് ചെയ്യാൻ കഴിയും? നിർത്തിവെക്കുക എന്നുള്ളതിനുള്ള സമയം നമുക്ക് കഴിഞ്ഞു. ദാറ്റ് ഇസ് എ പാസ്റ്റ് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ ഇതിൽ ഇപ്പോൾ ചെയ്യാനുള്ള താൽക്കാലികമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ഈ മഴക്കാലം വരുന്നു എന്നുള്ളത് കൊണ്ടും ഇതിൽ ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. മാത്രമല്ല ഇതിൽ പല നടപടിക്രമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ഈ കമ്പനിയുടെ വെതർ സ്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല. കാരണം IMD തരുന്ന ഡാറ്റ അല്ലാതെ മറ്റൊന്നും പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കുക. അവിടെ എന്താണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഈ പറയുന്ന ഒരു സോയിൽ പൈപ്പിംഗ് പോലെ അതിൻ്റെ നമ്മൾ മൺകൂനയുടെ അടിയിലൂടെ വളരെ ശക്തമായിട്ട് വെള്ളം മണ്ണിനെ ചളി തള്ളി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രക്ചറലി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആവശ്യമുണ്ടോ. മാത്രമല്ല ഈ നമ്മുടെ അപ്രൈസൽ കമ്മിറ്റി പറഞ്ഞിരുന്ന ചില പഠനങ്ങൾ പ്രത്യേകിച്ച് സോയിൽ സ്ട്രക്ചറിനെ കുറിച്ചും ഇതിനകത്തുള്ള കാരണം എനിക്കിത് വളരെ കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ മൗണ്ടൻ സിസ്റ്റം ഉള്ളത്. അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എങ്ങനെയാണ്, അതിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ജിയോളജിക്കൽ സൈഡിൽ നിന്നുകൊണ്ടും പഠിച്ചില്ല എങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ അല്ല, 2 വർഷം മുന്നേ നമുക്ക് സിംലയിൽ ഹൈവേയുടെ ഭാഗമായിട്ട് 25 കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ ഉണ്ടാക്കുന്നിടത്താണ് ഇത് സമാനമായിട്ടുള്ള
ദുരന്തം ഉണ്ടായിട്ട് പണി നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് പണി നിർത്തിവെച്ച് എന്താണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഡെപ്ത് ഉണ്ടാക്കുക. എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടോ, അകത്ത് സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടോ, വെള്ളത്തിൻ്റെ ഫ്ലോയുടെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അതല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു നേരത്തെ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റോക്ക് എടുപ്പ് നടത്താതെ മുന്നോട്ട് പോകുന്നത് വളരെ ഗുരുതരമാണ്. കാരണം ഈ മേഖലയിൽ ഈ ഒരു മലമ്പ്രദേശത്തുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ വളരെ വലുതാണ്. 1962 3 പാടികളിൽ മനുഷ്യരെ മുഴുവൻ കുഴിച്ചിട്ടൊരു സ്ഥലമാണ്. തിരിച്ചെടുക്കാൻ പോലും നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് സാങ്കേതികമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാങ്കേതികം നമുക്കുണ്ട്. ആ സാങ്കേതികത ഉപയോഗിക്കാനും അതനുസരിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. വളരെ എളിമയോടെ ഈ കമ്പനിയുടെ വീഴ്ചകളുണ്ട്, സ്ട്രക്ചറൽ ഡിസൈൻ വീഴ്ചകളുണ്ട്, അത് മനസ്സിലാക്കി എന്ത് ചെയ്യാനുള്ള ഒരു വളരെ ഇൻ്റലിജൻറ്റ് പോസാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളത്. അതിന് ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടെങ്കിലും അവിടെയുള്ള ആൾക്കാർക്ക് മറ്റ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. ദുരന്ത നിവാരണ ഏജൻസിക്ക് തന്നെ ഒരുപക്ഷെ ഇതിൽ വേറെ എന്തെങ്കിലും ട്രിഗർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. മറ്റൊരു പ്രശ്നം കൂടെ നമ്മൾ നോക്കേണ്ടത്, വയനാട്ടിലെ ഏകദേശം 60% താഴെ മഴ മാത്രമേ ഇപ്പോഴും പെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ ഇനി ഓഗസ്റ്റ് വരെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇന്റൻസ് റെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ മുൻകരുതൽ എടുക്കണം. മുൻകരുതൽ എന്നുള്ളത് ഇപ്പോൾ എടുക്കാനുള്ളതാണ്, ഇനി ദുരന്തം ഉണ്ടായിട്ട് ശേഷം എടുക്കാനുള്ളത് വളരെ കറക്റ്റാണ്. ഒരു ഇടവേള കൂടി വേണം, ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വന്നു. ഹരീഷ് വാസ്തവൻ, ഞാൻ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ വന്നൊരു വാർത്താക്കുറിപ്പ്, KSEBിയുടെ ഒരു വാർത്താക്കുറിപ്പിൽ, ആ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നതന്നെ ഇങ്ങനെയാണ്: മഴക്കുറവ് മൂലം 6/7/2026 തിങ്കളാഴ്ച വൈദ്യുതി ഉപയോഗത്തിൽ വർധന ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ മഴക്കുറവാണിപ്പോൾ മന്ത്രിയും KSEB ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ. ഇനി അവർ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ തന്നെ നമുക്കറിയാം, സാധാരണ കാലവർഷത്തിൻ്റെ പകുതി പോലും പെയ്തിട്ടില്ല. മഴ നല്ല നിലയ്ക്ക് കുറഞ്ഞു നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. വലിയ മഴക്കാലങ്ങൾ ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ച് നമുക്കറിയാം 2018-ലും 2019-ലും ഒക്കെ ഓഗസ്റ്റ് മാസത്തിൽ പെയ്ത മഴ എന്ന് പറയുന്നത് വലിയ മഴയാണ്. ഇതൊരു ഐ ഓപ്പണറായി പ്രവർത്തിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. മഴ ഈ വർഷം തന്നെ പെയ്യാം, അല്ലെങ്കിൽ അടുത്ത വർഷം നല്ലൊരു മഴക്കാലം ഉണ്ടാകാം. മഴ പെയ്താൽ നമ്മൾ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളത് സുനിശ്ചിതമാണ് എന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ലല്ലോ. നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ വളരെ വസ്തുനിഷ്ഠമായി ഉന്നയിച്ച സംഗതികളോട് ഈ കേരളത്തിൻ്റെ പകുതിയെങ്കിലും വോട്ട് ഇപ്പോഴും കയ്യിലുള്ള LDFിൻ്റെ പ്രതിനിധി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് ഭരണം മാറി അവർ തന്നെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നത്ര ലാഘവത്തോടു കൂടിയാണ് ഇതിൻ്റെ ഡിസൈനെയും ഇത്തരം ഫോൾട്ടുകളെയും, ഞാൻ എണ്ണി പറഞ്ഞ ഓരോ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കെടുതികളെ ഓരോ ഗവൺമെൻറ്റുകളും, മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വിട്ടുപോകുന്നതിനെ പറ്റിയും ചട്ടങ്ങളിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപനത്തിൻ്റെ പ്രശ്നമായിട്ട് ചുരുക്കി കണ്ടാൽ നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ല ശ്രമിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കഴിഞ്ഞ വർഷം നടന്ന മീറ്റിങ്ങിൽ പോലും ഈ കാര്യം ഗൗരവമായി പരിശോധിക്കപ്പെടുകയും ഈ കൊങ്കൺ കമ്പനി തന്നെ, മാധ്യമങ്ങളത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ കമ്പനി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു കത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു പെർമിഷൻ തരൂ, ഒരു നല്ല സ്റ്റഡി നടത്തി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിശോധനയുടെയും ആവശ്യമില്ല എന്ന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയുണ്ടായി. 2025 ജൂൺ മാസം 3-ാം തീയതി നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് അത്തരം പരിശോധനകൾ നടക്കാതെ പോയത്? അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, മഴ കുറഞ്ഞു, പക്ഷേ മഴ കൊണ്ട് കെടുതി ഉണ്ടാവുന്നു. നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് ഇന്നത്തെ പാരിസ്ഥിതിക വെല്ലുവിളികളെ, നമ്മുടെ ക്ലൈമറ്റിക് ക്രൈസിസിനെ നമുക്ക് നേരിടാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പുതിയ ടെർമിനോളജീസ് ആവശ്യമായിട്ടുണ്ട്. കാരണം 5 ദിവസത്തെ മഴ 5 മണിക്കൂർ കൊണ്ട് പെയ്യുമ്പോൾ അതിന് മുമ്പ് ചോദിച്ചാലും അതിന് ശേഷം ചോദിച്ചാലും നമ്മൾ മഴ കുറഞ്ഞു എന്നേ പറയുള്ളൂ. കണക്കുകൾ മഴ കുറഞ്ഞു എന്നാണ് പറയുക. പക്ഷേ ഇത്രയും ദിവസത്തിലുള്ള മഴ ഒരുമിച്ച് അതിവർഷമായിട്ട് പെയ്യുന്നു, ഒരു പ്രദേശത്ത് ഫോക്കസ് ചെയ്ത് പെയ്യുന്നു, അവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് കൂടുതലായിട്ട് പെയ്യുന്നു. ഇതിനെ ഒന്നും പരിഗണിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇല്ലെന്നേ. ഈ പ്രോജക്റ്റ് പ്രപ്പോണന്റ് തന്നെ പഠിച്ച് അവർ തന്നെ പണം കൊടുത്ത് പഠിപ്പിച്ച അവരുടെ ഏജൻസി പഠിച്ച ഒരു റിപ്പോർട്ടുമായിട്ടാണ് ഈ പരിസ്ഥിതി അനുമതി കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ പരിസ്ഥിതി അനുമതി വാങ്ങിക്കുന്നതിന്റെ അതിന്റെ ഡിസൈൻ തന്നെ തെറ്റാണ്. അത് പറയേണ്ട ഇടതുപക്ഷമാണ് പറയുന്നത്, ഇതാ കേന്ദ്ര സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഞങ്ങൾ പാലിച്ചു, ബാക്കി എല്ലാത്തിനും കേന്ദ്ര സർക്കാർ മോശം, പരിസ്ഥിതി അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ അവരുടെ അശാസ്ത്രീയമായിട്ടുള്ള സമീപനം നല്ലത്, അതുകൊണ്ട് ഞങ്ങൾ അതിന് അനുമതി മേടിച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ ഈ നിയമങ്ങളും ചട്ടങ്ങളും ഇതിന്റെ ടെക്നിക്കാലിറ്റിയും മാറ്റി വെച്ചിട്ട് ദയവ് ഇത് മണ്ണിലിറങ്ങി നിന്നിട്ട്
ഈ സ്റ്റഡി റിപ്പോർട്ട്സ് ഒന്ന് വായിച്ചു നോക്കണം. DYFIക്കും യൂത്ത് കോൺഗ്രസിനും മുസ്ലിം ലീഗിൻ്റെ യുവ നേതാക്കൾക്കും ഒക്കെ വിവരമുണ്ടല്ലോ, ഇംഗ്ലീഷ് അറിയാമല്ലോ. ഈ റിപ്പോർട്ടുകളൊന്ന് വായിച്ചു നോക്കണം, ഈ DPR വായിച്ചു നോക്കണം, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ വായിച്ചു നോക്കണം. പഴയ പോലെ അല്ല നമ്മൾ സമരങ്ങൾ നടത്തേണ്ടത്. ഈ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കി, അതിനകത്തെ ഓരോ പാരഗ്രാഫുകൾ വായിച്ചു നോക്കി, ഇന്ന ഇടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, അത് തിരുത്തണം, അതിൻ്റെ മെറിറ്റിൽ ഒരു ചർച്ച നടത്തണം. നമ്മുടെ ഒരു സ്ഥലത്തും മെറിറ്റിൽ ചർച്ചയില്ല, പകരം വാചാടോപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ജഗ്ലറൈസും കൊണ്ടിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അതിന് പകരം സത്യം കണ്ടെത്താനുള്ള ശ്രമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളുടെ സ്ക്രൂട്ടിനി താഴെത്തട്ടിൽ നടത്താൻ സാധിക്കും. ആ താഴെത്തട്ടിൽ നടത്തിയത് പരിഹരിക്കാൻ സാധിക്കും. അതിവർഷം ഉണ്ടാവുന്ന കേരളത്തിൽ പഴയതുപോലെ അല്ല ഇനി നമ്മൾ വികസനം ഡിസൈൻ ചെയ്യേണ്ടത് എന്നെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കണ്ണു തുറപ്പിക്കലാവട്ടെ, ഇങ്ങനെ എത്ര ദുരന്തങ്ങൾ എന്നുള്ളതാണ് കഷ്ടം. ഈ മഴക്കാലത്ത് ഇനി ഒരു ദുരന്തം കൂടി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമായി. നമസ്കാരം.